നമ്മുടെ രാജ്യത്ത് അന്നപൂരണി സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏകദേശം 140 കോടി ജനങ്ങളിൽ അധികമുള്ളതിൽ 80% ആളുകളും വിശ്വസിക്കുന്ന ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഇതിലെത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ അന്നപൂരണി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള നയൻതാര തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജയ് ശ്രീരാം എന്ന് ഹെഡിങ് കൊടുത്തുകൊണ്ട് അവർ പറയുന്നത്, ഞാൻ ആരാധിക്കുന്ന, ഞാൻ എവിടെ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളിലും സന്ദർശിക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന മതത്തിലെ ആളുകൾക്ക് ഞാൻ ചെയ്ത സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ സിനിമ ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയതായിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതിൽ മാപ്പ് ചോദിക്കുന്നു എന്നാണ് വളരെ വ്യക്തമായിട്ട് നയൻതാര പറയുന്നത്. എന്നാൽ ഈ മാപ്പ് പറഞ്ഞതിലും ഖേദം പ്രകടിപ്പിച്ചതിലൊക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കൂട്ടരുണ്ട് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ അടുപ്പുകൂട്ടി ചർച്ചക്കാരെ അവർ തമ്പുലൈൻ കൊടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നയൻതാര മാപ്പ് പറഞ്ഞത് ഗതികേട് കൊണ്ട് എന്ന് ഈ 3 അടുപ്പുകൂട്ടി ചർച്ചക്കാർ പറയാ, ഗതികേട് കൊണ്ട് എന്ന്. ഇവർ എന്താണ് മനസ്സിലാക്കാത്തത്? ഒരു മതത്തിൽ വിശ്വസിക്കുന്ന, അതായത് ഹിന്ദു മതത്തിൽ കൃത്യമായിട്ട് വിശ്വസിക്കുന്ന നയൻതാര പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്ന മതത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു വിഷയത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് ഗതികേട് കൊണ്ടാ? ആരെങ്കിലും എന്തെങ്കിലും ആഹ്വാനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇവരൊക്കെ എന്താ ചർച്ച ചെയ്യേണ്ടത്? ഇത്രയും ഒരു വിഷയമുണ്ടായിട്ട് പോലും ആരും കൈവെട്ടുന്ന ആഹ്വാനവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ലല്ലോ എന്ന ചർച്ചയല്ലേ ഇവരൊക്കെ സംഘടിപ്പിക്കേണ്ടത്? അതിന് പകരമായിട്ട് സ്വന്തമായിട്ട് ഒരു ആഹ്വാനങ്ങളുമില്ല, തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ നയൻതാര രംഗത്ത് വന്നുകൊണ്ട് മാപ്പ് ചോദിച്ച് വന്നിട്ടുള്ളതും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മീഡിയ വണ്ണിലെ അടുപ്പുകൂട്ടി ചർച്ചക്കാരോടല്ല മാപ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തുള്ള 80%-ലധികം ഹിന്ദു മതവിശ്വാസികളോടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന്. ഇതിൽ ഇടപെടാൻ എന്ത് കാര്യമാണ് ഈ മീഡിയ ഫണ്ട് ടീമിനൊക്കെ ഉള്ളത് എന്നാണ് തീരെ മനസ്സിലാവാത്തത്. എന്ത് തന്നെയായാലും നമ്മുടെ നയൻതാരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരൊക്കെ സൂപ്പർ സ്റ്റാറായിട്ട് സിനിമാ മേഖലയിൽ ഇന്നും നിലനിന്ന് പോകുന്നത് എന്നുള്ള ഒരൊറ്റ ഉത്തരം കൂടിയാണ് ഈ മാപ്പൊക്കെ എന്നുള്ളതും നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതൊരു മനുഷ്യനാണെങ്കിലും തെറ്റൊക്കെ പറ്റും. പക്ഷേ അതൊക്കെ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ഞാൻ ചെയ്ത തെറ്റിതാണ്, അതിന് നിങ്ങൾ മാപ്പ് തരണമെന്നൊക്കെ പറയുമ്പോൾ നയൻതാരയുടെ സ്ഥാനമൊക്കെ ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. യാതൊരു കഥയുമില്ലാത്ത ഇമ്മാതിരി അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഇങ്ങനെ കുരച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും.